ഇറാനിലെ പ്രക്ഷോഭത്തെ തണുപ്പിക്കാൻ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇറാൻ. അത് മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത്, പ്രത്യേകിച്ച് റഷ്യയും ചൈനയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സാമ്പത്തികമായി തകർന്നിരിക്കുന്ന രാജ്യത്തെ പുനരുജ്ജീവനം നൽകാൻ വേണ്ടിയിട്ട് പുതിയ സംവിധാനത്തെക്കുറിച്ചും പുതിയ മാർഗങ്ങളെക്കുറിച്ചും ആലോചിച്ച് വരികയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഏറെക്കുറെ വിദേശ രാജ്യ നിർമ്മിതമാണ് എന്നുള്ളത് ഇറാൻ്റെ ഇന്റലിജൻസ് ഔദ്യോഗികമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ മൊസാദിൻ്റെ ഏജന്റുമാരുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മറ്റ് രാജ്യങ്ങൾ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് രാജ്യം വന്നിരിക്കുന്നത്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത് ക്ഷയിക്കുന്ന രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നാൽ അത് സാരമായ രീതിയിൽ ഈ റഷ്യയെയും ചൈനയെയും ബാധിക്കും. അത് ബാധിക്കാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ ഇറാൻ്റെ നിലവിലുള്ള ഭരണ സംവിധാനം നിലനിൽക്കണം എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ഈ ഒരു സംവിധാനത്തിലേക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ആദ്യമായിട്ടൊന്നുമല്ല ഇറാനിൽ നടക്കുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സംവിധാന കാര്യങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അതിനൊക്കെ ഒതുക്കാനും പ്രതിരോധിക്കാനും വേണ്ടി വളരെ എളുപ്പത്തിൽ യഥാർത്ഥത്തിൽ ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 31 പ്രവിശ്യയിൽ ഏറെക്കുറെ 27 പ്രവിശ്യയിലും ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതിന് മുൻപ് നടന്നിരുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് 31 പ്രവിശ്യയിലും ഇത് ബാധിക്കപ്പെട്ടിരുന്നു. അത് പർദ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പർദ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീയെ അറസ്റ്റ് ചെയ്ത സ്ത്രീ ഈ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് രാജ്യവ്യാപകമായ രീതിയിൽ പ്രക്ഷോഭവും പ്രതിഷേധവുമായിട്ട് ആ കാര്യങ്ങൾ മാറിയത്. അതിനുള്ള ഒരു തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും തത്വത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണ നൽകി. അങ്ങനെ വന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ ആശങ്കയാക്കിയിരിക്കുന്ന കാര്യമാണ്. പിന്നീടാണ് യഥാർത്ഥത്തിൽ ഘട്ടം ഘട്ടമായ രീതിയിൽ വ്യത്യസ്ത തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ സമര രീതികളെ അടിച്ചൊതുക്കാൻ വേണ്ടി തന്നെ ഇറാന് സാധിച്ചത്. അതോടെ യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഇറാൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇറാൻ സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും സംജാതമായിരിക്കുന്നു. 27 പ്രവിശ്യയിൽ നിന്ന് 28 പ്രവിശ്യയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടും, എന്നാൽ 27 പ്രവിശ്യയിൽ നിന്ന് 3-4 പ്രവിശ്യയിൽ ഏറെക്കുറെ ഇത് അവസാനിച്ചിരിക്കുന്നു, അത് ഒതുക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ രണ്ട് റിപ്പോർട്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് എങ്ങനെ നീങ്ങണം എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന് ചുരുക്കം. ഇറാൻ്റെ ഭരണത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പെട്രോളിയം കപ്പലിനെ പോലും സാരമായിട്ട് ബാധിക്കും. കാര്യം ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണമാണ് ഇറാനിലുള്ളത്. സ്വതന്ത്രമായിരിക്കുന്ന ഒരു കപ്പൽ സഞ്ചാരപാതയായിട്ട് എല്ലാ പ്രാവശ്യവും അത് അറിയപ്പെടുന്നു. ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ചൈനക്കും റഷ്യക്കും സാരമായി പരിക്കേൽക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ വലിയ താല്പര്യം ഈ റഷ്യക്ക് ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് ഈ മേഖലയിലുള്ള ഈ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിന് മുൻപ് തന്നെ പലതരത്തിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിയന്ത്രണം ഒഴിവാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ ഇറാനാണ് ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന കക്ഷിയായിട്ട് അവർ വിലയിരുത്തുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ സംവിധാനത്തെ അവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനുമായി ഏറ്റവും അടുത്ത സൗഹൃദവും ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ പതിറ്റാണ്ടുകളായി. അവരുടെ ആ ഭരണ സംവിധാന രീതികൾ അങ്ങനെ നിലനിർത്തുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഗുണം ഈ റഷ്യക്കും ചൈനക്കും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ വലിയ താല്പര്യം ചൈനക്കുണ്ട്, അതേപോലെ തന്നെ റഷ്യക്കുണ്ട്. മിഡിൽ ഈസ്റ്റ് താല്പര്യം വിജയിച്ച് കിട്ടണമെങ്കിൽ അതിലൊരു പാലമായിട്ട് പ്രവർത്തിക്കുന്ന ഇറാൻ കൃത്യമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി നിലനിൽക്കണം എന്നുള്ളതും ഇപ്പോഴത്തെ ഗവൺമെൻറ് അതേ രീതിയിൽ തന്നെ തുടരണം എന്നുള്ളതും ഇവരുടെ പ്രധാനമായിരിക്കുന്ന ആവശ്യമാണ്, അജണ്ടയാണ്.
ആ കാര്യവും ഈ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായ രീതിയിൽ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംസാരിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. അവർ പ്രത്യേകമായി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്: നമ്മുടെ സൗഹൃദ രാജ്യമായിരിക്കുന്ന ഇറാൻ്റെ നിയന്ത്രണ കാര്യത്തിൽ നിന്ന് ഏതെങ്കിലും ഇളക്കങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചാൽ അത് യഥാർത്ഥത്തിൽ റഷ്യയും ചൈനയും മാത്രമല്ല, ലോകത്തിൻ്റെ ക്രമങ്ങളെ പോലും സാരമായിട്ട് അത് ബാധിക്കും. അതിനവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇതാണ്. ഹോർമുസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ലോകവ്യാപകമായ രീതിയിലുള്ള വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോഴത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയപ്രശ്നങ്ങൾ, സർവ്വ മേഖലയിലുമുള്ള ആധിപത്യം, ഇതെല്ലാം അമേരിക്ക ഇപ്പോൾ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും പ്രശ്നാധിഷ്ഠിതമായ രീതിയിലേക്കാണ് അമേരിക്ക ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും. ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, പകരം ഒരു ഏകാധിപത്യ പ്രവണത നിലനിർത്താനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അത് ഉക്രൈന് ശേഷം വെനിസ്വേലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യതയോടുകൂടി ലോകം പഠിച്ചു വരുന്ന കാര്യമാണ്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, വെനിസ്വേലയിൽ നിന്ന് ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു നിസ്സാരമായിരിക്കുന്ന കാര്യമായിട്ടല്ല കാണേണ്ടത്. അത് ലോകരാഷ്ട്ര ഭരണാധികാരികൾക്കുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പായിട്ട് പോലും കാണാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിളായ രീതിയിൽ, വളരെ എളുപ്പത്തിൽ, യാതൊരു വെടിവെപ്പുമില്ലാതെ, യാതൊരു നാശനഷ്ടങ്ങളും ഇല്ലാത്ത രീതിയിൽ ഒരു രാജ്യത്തിലെ ഭരണാധികാരിയെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. ഭാവിയിൽ അത് മറ്റുള്ള മൂന്നാം ലോക രാജ്യത്തെയും ദരിദ്ര രാജ്യത്തെയും സാരമായിട്ട് ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിലെല്ലാം ഇടപെടൽ നടത്തണം എന്നുള്ളതും, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ ഗൗരവകരമായ രീതിയിൽ ഈ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചകൾ വേണം എന്നുള്ള അഭിപ്രായം ഇതിന് മുൻപ് തന്നെ റഷ്യയിൽ നിന്ന് തന്നെ പുറത്തു വന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സംഘടിക്കുകയും ഏകോപിക്കുകയും നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആധിപത്യ കാര്യങ്ങൾ, ഈ സർവാധിപത്യ കാര്യങ്ങൾ വീണ്ടും ലോകത്തിന് മുൻപിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അഥവാ ലോകക്രമങ്ങളെല്ലാം അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഭാവിയിൽ വരാൻ പോകുന്നത് റഷ്യയുടെ സർവാധിപത്യം നഷ്ടപ്പെടുക എന്നുള്ളതാണ്. റഷ്യയുടെ സർവാധിപത്യം നഷ്ടപ്പെട്ടാൽ അതിലെ പ്രശ്നം എന്ന് പറയുന്നത്, റഷ്യ എല്ലാ കാലത്തും പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാമ്പത്തിക രംഗത്ത്, സാമൂഹിക രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള വിഷയങ്ങളും ഉണ്ടാകും. ഇത് ഒരിക്കലും റഷ്യ ആഗ്രഹിക്കുന്നില്ല. സോവിയറ്റ് യൂണിയൻ പ്രഭാവ കാലഘട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ നിലപാടെടുക്കുകയും അതോടൊപ്പം തന്നെ ആ രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് രാജ്യങ്ങൾ. ഇന്ന് അവസ്ഥാസ്ഥിതികൾക്ക് മാറ്റം വന്നു. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ റഷ്യക്ക് സാധിക്കാത്തതിൻ്റെ പ്രയാസവും നിരാശവും ഇപ്പോൾ അവർക്കുണ്ട്. എന്നാൽ അതിൻ്റെ ഉക്രൈൻ്റെ തലസ്ഥാനമായിരിക്കുന്ന കീവ് കീഴടക്കുന്നതോട് കൂടിയിട്ട്, കീവ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ തലസ്ഥാന നഗരയുടെ ഏകദേശം 15% ഇപ്പോൾ റഷ്യയുടെ കൈവശത്തിലാണ് എന്ന് പറയുന്നു. അത് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും. അങ്ങനെയാണെങ്കിൽ വല്ലാത്തൊരു മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് ആ മേഖല കീഴടക്കി കഴിഞ്ഞാൽ ലോകത്തിന് മുൻപിൽ റഷ്യക്ക് വലിയ രീതിയിൽ തെളിച്ചവും പ്രഭാവവും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ കാര്യത്തെക്കുറിച്ചും വലിയ തരത്തിൽ റഷ്യ ഇപ്പോൾ ആലോചിച്ച് വരികയാണ്. ചൈനയുമായിട്ട് സംഘം ചേർന്നുകൊണ്ട് ചൈന, റഷ്യ, കൊറിയ പോലെയുള്ള രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഇറാനും ചേർന്ന് കൊണ്ടുള്ള ഒരു ഐക്യ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാ രാജ്യങ്ങളെ നോക്കുന്ന സമയത്തും സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ
താല്പര്യം കാണിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. അതിനൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും ഒരു മൂന്നാം ലോക രാജ്യത്തെ മാത്രമല്ല റഷ്യയുടെ നിലനിൽപ്പിനെ പോലും, സർവാധിപത്യത്തിനുള്ള റഷ്യയുടെ പോക്കിനെ പോലും അത് സാരമായിട്ട് ബാധിക്കും. അങ്ങനെ മുറിവേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് റഷ്യ വന്നു കഴിഞ്ഞാൽ പിന്നീട് മൂന്നാം ലോക രാജ്യങ്ങളുടെ നിലനിൽപ്പ് ഭാവിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രയാസമായിരിക്കും എന്നിടത്തേക്കും ഈ കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആന്തരികമായ രീതിയിൽ മറ്റു ലോക രാജ്യങ്ങളുടെ ഈ ഒരു ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം ഈ റഷ്യയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു പ്രവൃത്തി കൂടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിഷയമാണ് അമേരിക്കയ്ക്ക് ഒരു ബദൽ സംവിധാനം എന്ന നിലക്ക് ലോകം എന്ത് ചെയ്യുന്നു എന്നതിന് ഉത്തരമായി റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിവരം.